ഇന്നലെയാണ് വൈറ്റ് ഹൗസിലെ മാധ്യമപ്രവർത്തകരുടെ അസോസിയേഷൻ ഒരുക്കിയ അത്താഴ വിരുന്നിനിടെ വെടിവെപ്പുണ്ടായത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിരുന്ന് നടന്ന ഹിൽട്ടൺ ഹോട്ടലിലേക്ക് അതിക്രമിച്ചു കയറിയ ആക്രമണ ലക്ഷ്യം ഡൊണാൾഡ് ട്രംപ് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്ന് ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തോക്കുകളും കത്തികളുമായി ഹോട്ടലിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച പ്രതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ഒരു സീക്രട്ട് ഏജന്റിന്, സർവീസ് ഏജന്റിന് പരിക്കേറ്റു. പക്ഷേ അദ്ദേഹം അപകടനില തരണം ചെയ്തു. കാരണം ഇദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും മറ്റും ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടെ പ്രതിയുടെ എന്ന് കരുതുന്ന എഴുത്തുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും പരിശോധിച്ചു. അവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് ഇയാൾ പ്രധാനമായി ലക്ഷ്യം വെച്ചിരുന്നത് ഭരണകൂട ഉദ്യോഗസ്ഥരെ കൂടി ആയിരുന്നു എന്നുള്ളതാണ്. 31-കാരനായ കോൾ തോമസ് അലനാണ് പിടിയിലായത്. ഇയാൾ കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. ഇതിനിടയിൽ ഇയാൾ വീട്ടിലേക്ക് അയച്ച ഒരു സന്ദേശം കൂടി പുറത്തു വന്നിരുന്നു. ഇതിൽ പറയുന്നത് താൻ ഇറാന്റെ ചാരനാണ് എങ്കിൽ പോലും തനിക്ക് സുഖമായി ഈ ഹോട്ടലിനുള്ളിലേക്ക് കടക്കാമായിരുന്നു എന്നുള്ളതാണ്. അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ വീക്കായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ നമുക്കറിയാം ഹോട്ടലിൽ താമസിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. എത്ര വലിയ ഭാരമേറിയ യന്ത്രത്തോക്ക് ഉപയോഗിച്ചാലും ഈ അത്താഴവിരുന്ന് നടക്കുന്ന സ്ഥലത്തേക്ക് തനിക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു എന്നും ഇയാൾ ഈ കുറിപ്പിൽ പരിഹസിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വലിയ സുരക്ഷാ വീഴ്ചയായി അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, ഇതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റൊക്കെ ഇന്നലെ ഞെട്ടി ഓടുന്നതും മെലാനിയ ട്രംപൊക്കെ വല്ലാതെ പരിഭ്രമിക്കുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് അത് വല്ലാതെ അമേരിക്കയിൽ ചർച്ചയാകുന്നുണ്ട്. മറ്റൊന്ന്, JD വാൻസിനെയാണ് ആദ്യം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്, ട്രംപിനെ അല്ല എന്നതും വലിയൊരു തമാശയായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ അമേരിക്കയിൽ ഈ സെക്യൂരിറ്റി ലാബ്സ് അത് ഒരു പുതിയ കാര്യമല്ല. മുൻപ് കെന്നഡിക്ക് നേരെ വധശ്രമം ഉണ്ടായ ആ ഘട്ടത്തിൽ, കെന്നഡിക്ക് നേരെ ആദ്യത്തെ ബുള്ളറ്റ് പായിച്ച ഘട്ടത്തിൽ ഈ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ഇത് പിന്നീട് വലിയ സെക്യൂരിറ്റി ലാബ്സ് ആണ് ഇത് കാരണം ഉണ്ടായത് എന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒരു വെടിവെച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി കൂടുതൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ടതാണ്, അതാണ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ. പക്ഷേ കെന്നഡി വധം ഉണ്ടായപ്പോൾ ഈ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം അമേരിക്കയിൽ അത് ആവർത്തിച്ചിരിക്കുകയാണ്. ഇപ്പോഴതിന് വേദിയായത് ഹിൽട്ടൺ ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടലിലുള്ള സെക്യൂരിറ്റി പരിശോധനകളാണെങ്കിലും ഇപ്പോൾ ട്രംപിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുള്ള വിധമാണെങ്കിലും എല്ലാം വലിയ വിമർശനങ്ങൾക്ക് പശ്ചാത്തലമാവുകയാണ്. ഈ അക്രമിയായിട്ടുള്ള ഈ തോമസ് അലൻ ഈ കയ്യിൽ ഒരു ഷോട്ട് ഗൺ, അതുപോലെ തന്നെ മറ്റൊരു ചെറിയ ഹാൻഡ് ഗൺ, അതുപോലെ കത്തികൾ, ഇവയെല്ലാമായിട്ട് ഈ ഡിന്നർ നടന്നിട്ടുള്ള ഹാളിന് നേരെ വന്നപ്പോൾ ആദ്യം ഒരു ഘട്ടത്തിലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇയാളെ കണ്ടിട്ട് കാണാത്തതുപോലെ അതുവഴി നീങ്ങുകയായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഈ ഹാളിന് തൊട്ട് മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇയാളെ തടയാൻ തയ്യാറായത്. അതിനുശേഷം പുറത്ത് വെടിവെച്ച് ഉൾപ്പെടെ മുഴങ്ങുന്നു, ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് അകത്തുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇപ്പോഴൊരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യേണ്ടത് US പ്രസിഡന്റിനെ അവിടെ നിന്ന് സുരക്ഷിതമാക്കുകയാണ്. പക്ഷേ ആദ്യം JD വാൻസിനെയാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കവർ ചെയ്ത് അവിടെ നിന്ന് മാറ്റിയതെന്ന് കാണാൻ സാധിക്കും. രണ്ടാമത് ട്രംപിനെയും കവർ ചെയ്ത് മാറ്റി, മൂന്നാമത് മെലോണി ട്രംപിനെയും അവിടെ നിന്ന് മാറ്റി. പക്ഷേ ആദ്യം JD വാൻസിനെ മാറ്റിയ ഈ പ്രക്രിയയും വലിയ വിമർശനത്തിന് നിലവിൽ വിധേയമായിരിക്കുകയാണ്. എന്തായാലും അവിടെയുള്ള നിലവിൽ ഈ ആക്രമണം നടത്തിയിട്ടുള്ള ഈ തോമസ് അലന്റെ ചില കുറിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ കുറിപ്പുകളിലാണെങ്കിലും അദ്ദേഹം ഈ ഒരു ഹിൽട്ടൺ ഹോട്ടലിലുള്ള സുരക്ഷയെ വളരെയധികം വിമർശിക്കുകയാണ്. അതായത് തൻ്റെ കയ്യിൽ ഒരു വലിയ മെഷീൻ ഗണ്ണുമായി താൻ ഈ കെട്ടിടത്തിൽ വന്ന് ഇവിടെ നേരത്തെ മുറിയെടുത്ത് താമസിച്ചാൽ പോലും തനിക്ക് നേരെ ഒരു പരിശോധനയും ഉണ്ടാകില്ല. കാരണം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ മുഴുവൻ ഈ ഡിന്നർ നടക്കുന്ന ദിവസം കെട്ടിടത്തിലേക്ക് വരുന്ന പ്രതിഷേധക്കാരെയും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെയും സെക്യൂരിറ്റി ID പരിശോധിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടുതൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുക മാത്രമാണ്. അല്ലാതെ റൂം ചെക്ക് ചെയ്യുക, കെട്ടിടത്തിനകത്ത് പരിശോധന നടത്തുക, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊരു കടുത്ത വിമർശനമാണ് ഇയാൾ ഉന്നയിക്കുന്നത്. വിമർശനം കൂടിയുണ്ട് ഇതിനിടയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.